ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് സൂ കാണാൻ വന്നിരിക്കുകയാണ്. നല്ല വെയിലും നല്ല തിരക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 3 ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. വലിയവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ്. അപ്പം നമ്മൾ ചുമ്മാ ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന് സൂവിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സൂയിലേക്ക് കയറി. ആദ്യം തന്നെ വെറൈറ്റി ഓഫ് മങ്കീസിനെ ആയിരുന്നു കണ്ടത്. നല്ല വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ടുള്ള മൃഗങ്ങളെല്ലാം നല്ല ഉറക്കമായിരുന്നു ഗൈസ്. ഇത് വലിയൊരു സൂ ആണ്. ഇവിടെ വെറൈറ്റി ഓഫ് മൃഗങ്ങളും ബേർഡ്സും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നടന്നാണ് എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടത്. പക്ഷെ നടക്കാൻ പറ്റാത്തവർക്ക് വണ്ടിയുണ്ട്. സൂവിൻ്റെ മാപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ലപോലെ ടയേർഡായിരുന്നു. ഇടയ്ക്ക് ചെറിയ കാലുവേദനയൊക്കെ എടുത്തു. ഇവിടുത്തെ ബേർഡ്സിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല വലിപ്പമുള്ള ബേർഡ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടിലെ രാജാവിനെ കാണാൻ പോവുകയാണ്. ലയണിനെ കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയി. നമ്മളിപ്പോൾ വീണ്ടും ഓരോ മൃഗങ്ങളെയും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ടൊരു ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതാണ് ഗൈസ് പപ്പടമരം. എന്താണ് പപ്പടമരം എന്ന് പേര് വരാനുള്ള കാരണം എനിക്കറിയില്ല. പിന്നെ ഒരുപാട് മാനിനെ കണ്ടു. പിന്നെ ഇതാണ് കൃഷ്ണമൃഗം. 2 പുലിയെ കണ്ടു ഗൈസ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പാവയുടെ കൂട്ടുണ്ടായിരുന്നു. പിന്നെ കടുവകളെല്ലാം നല്ല ഉറക്കമാണ്. കൂടുതൽ മൃഗങ്ങളും കടന്നുറങ്ങുമായിരുന്നു. അവസാനം പിന്നെ കുറേ ബേർഡ്സിനെ കണ്ടു. പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് രസിച്ച് നടന്നു. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈസിന്റെ ഹൗസിലേക്കാണ് കയറിയത്. കുറേ ബട്ടർഫ്ലൈസിനെ കണ്ടു. പിന്നെ വെറൈറ്റി ഓഫ് സ്നേക്സ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഗായ്സ് ഒരു പീകോക്കിനെ ഇത്രയും അടുത്ത് കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ സൂയിൽ തന്നെ കിഡ്സിനുള്ള പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ ഗായ്സ്.